മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 25/11/1989 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം. ചോതി 1-ാം പാദം. മേട ലഗ്നം. 2 ശൂന്യം, 3-ൽ വ്യാഴം, 4-ൽ കേതു, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ ചന്ദ്രൻ കുജൻ, 8-ൽ സൂര്യൻ ബുധൻ ഗുളികൻ, 9-ൽ ശുക്രൻ ശനി, 10-ൽ രാഹു, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹനില ആണത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച ഒരു ഗ്രഹനിലയും ആണിത്. എന്തുകൊണ്ടാണത്? ആദ്യം പറഞ്ഞ വിവാഹത്തിൻ്റെ കാര്യമാണ് എങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ലഗ്നാൽ 7-ൽ വിവാഹ സ്ഥാനമായിട്ടുള്ള 7-ൽ നിൽക്കുന്നു. ചന്ദ്രനോടൊത്ത് പ്യുവർലി അത് ശശിമംഗള യോഗമാണ്. രുചകയോഗം കിട്ടില്ല. രുചകയോഗം കിട്ടണമെങ്കിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ സ്വന്തം ക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രത്തിലോ കുജൻ നിന്നാൽ മാത്രമാണ് രുചകയോഗം കിട്ടുക. ഇവിടെ അത് ശശിമംഗള യോഗം തീർച്ചയായിട്ടും ഉണ്ട്. ലഗ്നാധിപൻ തന്നെ ചന്ദ്രനോടൊത്ത് ശശിമംഗള യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട്, അതും ഏറ്റവും നല്ലതാണ്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് 7-ലെ കുജൻ പ്രശ്നക്കാരൻ തന്നെയാണ്. 100% അവിടേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി വന്നു. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശക്തനായിട്ടുള്ള ശനിയോടൊത്താണ്. അവിടേക്കും ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരക്കാർക്ക് വിവാഹം ചെയ്യാനുള്ള ഒരു രൂപം ഉള്ളൂ. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായിട്ട് പ്രശ്നാധിഷ്ഠിതമാണ്. 7-ലെ കുജനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വരുന്നയാളുടെ 7-ാം ഭാവം എന്താണെന്നും 8-ാം ഭാവം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ചേരുന്ന രീതിക്കാണെങ്കിൽ, ചേരുമ്പടിയാണെങ്കിൽ മാത്രമേ ചേർന്ന് പോവുകയുള്ളൂ. കുജൻ എന്നൊക്കെ പറഞ്ഞാൽ കട്ടി സ്വഭാവമുള്ള, ഉറച്ച നിലപാടുകളുള്ള ഒരു ഗ്രഹമാണ് കുജൻ. ശക്തനാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായാൽ തന്നെ വരുന്ന ആഘാതത്തിൻ്റെ ശക്തിയും താരതമ്യേന കമ്പാരിറ്റീവ്ലി കൂടുതൽ ആയിരിക്കും. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. മാത്രവുമല്ല 7-ൽ വിവാഹസ്ഥാനത്ത് ലഗ്നാധിപൻ നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടി അവിടേക്ക് വരികയും 7-ാം ഭാവാധിപൻ ശനിയോടൊത്ത് നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും രാഹുവിൻ്റെ ദൃഷ്ടിയും വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിലെ മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത, യഥാർത്ഥത്തിൽ 7-ലേക്ക് ലഗ്നാൽ 7-ലേക്ക് വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടിയുണ്ട്. 7-ാം ഭാവാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ വ്യാഴം അവിടെ എല്ലാ ഗുണങ്ങളും ചെയ്യാൻ ശ്രമം നടത്തിയിട്ടും ആ വിവാഹബന്ധം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ 7-ലെ കുജനെ ശ്രദ്ധിക്കണം. വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയെ ശ്രദ്ധിക്കണം. 7-ാം ഭാവാധിപൻ ശനിയോടൊത്ത് നിൽക്കുന്നത് ശ്രദ്ധിക്കണം. അവിടേക്ക് വരുന്ന രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയെ ശ്രദ്ധിക്കണം. അതിൽ നിന്നെല്ലാമുള്ള നെഗറ്റീവ്സിൻ്റെ സമയം കഴിഞ്ഞ ശേഷം മാത്രമേ വ്യാഴം അവിടെ ഗുണപ്രദമായിട്ട് ജോലി ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതല്ലാത്ത പക്ഷം നോർമലി നമ്മൾ ചിന്തിക്കുകയാണ് 7-ൽ കുജനുണ്ട്, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ തിയറി തന്നെ മാറിപ്പോവും. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഈ നിൽക്കുന്ന നെഗറ്റീവ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിനെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതായിട്ടും ഉണ്ട്. അത് ഏതൊരാളെ സംബന്ധിച്ചും. അതുപോലെ തന്നെ ഏതൊരാളുടെയും വിവാഹം നടക്കുന്ന ദശ അപഹാരം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്ന അപഹാരങ്ങളിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പോലും ബുദ്ധിമുട്ടുകൾ സഹജമാണ്. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ചിലപ്പോൾ 4 ദിവസമായിരിക്കാം, ചിലപ്പോൾ 4 മാസമായിരിക്കാം മുന്നോട്ട് ചിന്തിക്കേണ്ടത്. ആ 4 മാസത്തിന് വേണ്ടി ഒരു ജന്മം മുഴുവൻ നെഗറ്റീവ് പേറി നടക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചാൽ നല്ലത്, അവരവർക്ക് തന്നെ നല്ലത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഈ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഈ പറയുന്ന ശശിമംഗള യോഗം ചെയ്തു നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതിലേക്കുണ്ട്. ഗുളികൻ്റെ ദൃഷ്ടി വ്യാഴം ബ്രേക്ക് ചെയ്ത് ഇവിടെ പോസിറ്റീവാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സാമ്പത്തികമായി ധാരാളം ഗുണങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. ഒരു തർക്കവുമില്ല. ചിലപ്പോൾ അത് ചെറിയ ഡിലേ വരുത്താം, എന്നിരുന്നാൽ തന്നെയും അതെങ്ങും പോവില്ല, കിട്ടും. അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായിട്ടുള്ള ശുക്രനാണ് ഇവിടെ ശനിയോടൊത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അതും വളരെ നല്ലത് തന്നെ ആണ്.
അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. സാധാരണമല്ലാത്ത രീതികളിൽ പണം സമ്പാദിക്കുന്ന ചിന്തകൾ, പ്രവർത്തികൾ ഒക്കെ ഉണ്ടാകാം. അതിൽ പലതും കൃത്യമായിട്ടാണ് രാഹുവിനെ ഡീല് ചെയ്യുന്നത് എങ്കിൽ, ശനിയെയും ഡീല് ചെയ്യുന്നത് എങ്കിൽ, വ്യാഴത്തെയും ഡീല് ചെയ്യുന്നത് എങ്കിൽ അത് പോസിറ്റീവായി തന്നെ മാറും. അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും 4-ൽ കേതു ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങുന്ന സമയത്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി അത് വളർത്തിയെടുക്കാൻ പ്രത്യേകം ഇത്തരക്കാർ ശ്രദ്ധിക്കുക. അതല്ലാതെ വലിയ ബാധ്യതകൾ വരുത്തി വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ പ്രസ്ഥാനങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങുന്ന പദ്ധതികൾ പ്രത്യേകം ആലോചിച്ചും സൂക്ഷിച്ചും മാത്രമേ ചെയ്യാവൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 4-ലൊക്കെ കേതു, ശനി, അതേപോലെ തന്നെ നീചനായിട്ടുള്ള ഗ്രഹങ്ങൾ, അതല്ല എങ്കിൽ രാഹു, ഗുളികൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ബാധ്യതകളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാവൂ. പെട്ടെന്ന് ബാധ്യതകളിൽ പോയി വീണ് കഴിഞ്ഞാൽ തിരിച്ചു കയറുക അത്ര എളുപ്പം, നിസ്സാരമായിരിക്കില്ല. അതുകൊണ്ടാണത് പ്രത്യേകം ഒഴിവാക്കി നിർത്തിയാൽ ഏറെ നല്ലത്. അതല്ല എങ്കിൽ സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് മാത്രം ബാധ്യതകളിലേക്ക് നോക്കുക. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5ാം ദൃഷ്ടി ഉണ്ടായിട്ടും 7ാം ദൃഷ്ടി ഉണ്ടായിട്ടും 7ാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി ഉണ്ടായിട്ടും വിവാഹ സംബന്ധമായിട്ടുള്ള നെഗറ്റീവ്സ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. ഒന്ന്, പരസ്പരം ദൃഷ്ടിയാണ്. വ്യാഴം ശുക്രൻ ശനിയെ നോക്കുന്നതിൽ തന്നെ ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നു. വ്യാഴം നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അത് അത്ര ബെറ്റർ പൊസിഷനല്ല വ്യാഴത്തെ സംബന്ധിച്ച്, ശത്രുക്ഷേത്രം തന്നെയാണ്. അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത ശേഷം മാത്രമേ വ്യാഴം അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യുകയുള്ളൂ. അതും നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനൊരു കാരണമാണ്. വ്യാഴം എന്തുകൊണ്ട് ആക്റ്റീവ് ആയില്ല കൃത്യസമയത്ത് എന്നതിനൊരു ഉത്തരം തന്നെയാണ്. പക്ഷേ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോലി തീർത്ത ശേഷം, ആ നെഗറ്റീവ് വന്ന ശേഷമേ വ്യാഴം അവിടെ ഗുണമായിട്ട് വർക്ക് ചെയ്ത് ഏറിയ പങ്കും കാണാറുള്ളൂ. ചില അപൂർവ സാഹചര്യങ്ങളിൽ, അപൂർവം ഗ്രഹനിലകളിൽ മറിച്ചും കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ 10ാം ഭാവാധിപനൊക്കെ ശനിയായിട്ട് വരികയും അത് ശുക്രനോടൊത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ആളും അർത്ഥവും ബഹുമാനവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ബിസിനസ് പോലെയുള്ള മേഖലകളിലേക്ക് എടുത്ത് പോകുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ഒരു ഗ്രഹനില തന്നെയാണിത്. പക്ഷേ രാഹുവിനെ കൃത്യമായിട്ട് അവിടെ ഡീല് ചെയ്യണം, ശനിയെയും കൃത്യമായിട്ട് ഡീല് ചെയ്യണം, വ്യാഴത്തെയും കൃത്യമായിട്ട് ഡീല് ചെയ്തേ മതിയാവും. ഇത് 3ഉം ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇത് കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ പറ്റിയ ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയാണ്, 7ാം ഭാവമൊക്കെ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയാണ് നടത്തേണ്ടിയിരുന്നത്. അത് കുജനൊക്കെ ആർക്ക് 7-ൽ നിന്നാൽ തന്നെയും തിരിച്ച് അപ്പുറത്ത് 7-ൽ എന്താണ് 8-ൽ എന്താണെന്നൊക്കെ വിവാഹകാരകൻ ശുക്രൻ എന്തൊക്കെയാണ് അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ ശേഷമേ വിവാഹത്തിലേക്ക് പോകാവൂ. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയിലായിരുന്നു ജനനം. ചോതിയാണ് നക്ഷത്രം. 2007 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2023 വരെ, അതിനുശേഷം ശനി 2042 വരെ, ശേഷം ബുധൻ 2059 വരെ, ശേഷം കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ ശനിയിൽ ശനിയാണ് എന്ന് വെച്ചാൽ 27/7/2023 തൊട്ട് 29/7/2026 വരെ. ശുഭകാര്യങ്ങൾ പരമാവധി ഈ ഒരു ഡേറ്റ് തീരുന്നത് വരെ ഒഴിവാക്കി നിർത്തിയാൽ ഏറെ നന്ന്. അത് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. 29/7/2026 വരെ. അപ്പോൾ അടുത്ത മാസം 29-ാം തീയതി വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന ശുഭകാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തി പോകേണ്ടുന്ന ഒരു സമയമാണ്. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയത്തിലേക്ക് അദ്ദേഹം കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചാടിക്കയറി സ്വാപഹാരങ്ങൾ പൊതുവെ ഏതൊരു ഗ്രഹത്തിൻ്റെയും, അത് മഹായോഗം കൊടുക്കുന്ന ഗ്രഹം ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ദശയാണെങ്കിൽ പോലും സ്വാപഹാരങ്ങൾ പൊതുവെ ഒരല്പം ടൈറ്റായിട്ട് അല്ലെങ്കിൽ ടഫായിട്ട് വരാറുണ്ട് ധാരാളം ആളുകൾക്ക്. അത് ശുക്രനായാൽ കൂടെ വ്യാഴമായാൽ കൂടെ. അപ്പോൾ ആ സ്വാപഹാരം ഇപ്പോൾ തീരാൻ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് ശുഭകാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. മുന്നോട്ട് പോകണമെന്നൊരു ജാതക യോഗം ഇദ്ദേഹത്തിന് ഉണ്ട് താനും. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.